ചായക്ക് കഴിക്കുന്നു. ടീ കേക്ക് ചെയ്താലോ? കേക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടെങ്കിലും കേക്കിന് വേണ്ടിയിട്ട് മൈദയോ ഓയിലോ ബട്ടറോ ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് വെച്ചിട്ട് ചെയ്ത റെസിപ്പിയാണ്. പക്ഷേ അടിപൊളിയായിട്ട് വന്നു. 1/2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഒരു 3 തവണ അരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 കോഴിമുട്ട. എഗ് യോഗ് മാറ്റിയിട്ട് എഗ് വൈറ്റ്സ് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യുക. എഗ് വൈറ്റ്സ് ആദ്യം ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അത്യാവശ്യം ബീറ്റ് ആയതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തത് കുറേശ്ശെയായിട്ട് ചേർക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയും കൂടെ വെച്ച് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ എഗ് വൈറ്റ്സ് നല്ല ക്രീമി ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് എഗ് യോക്കും കൂടെ ആഡ് ചെയ്യാം. എഗ് യോക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കേക്ക് ഉണ്ടാക്കുന്ന അത്യാവശ്യം ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ലോ സ്പീഡിലിട്ട് മാത്രമാണ് ബീറ്റ് ചെയ്യാമുള്ളൂ. പിന്നെ നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മിക്സ് കുറച്ചെടുത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ അരിപ്പയിലൂടെ തന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ചേർക്കുമ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കേക്ക് ഉണ്ടാക്കാൻ നേരത്തെ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പാല് കുറവായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡി. പിന്നെ ഒരു കേക്ക് ടിൻ എടുക്കുക, കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക, ബട്ടർ പേപ്പർ വയ്ക്കുക, പിന്നെയും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. ലാസ്റ്റ് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഒരു 1/4 ടീസ്പൂൺ വിനീഗറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ പ്രീഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലേക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുക. ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് തൊട്ട് മുമ്പ് നന്നായിട്ട് ടാപ്പ് ചെയ്യണം കേട്ടോ. 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കൊരു 19 മിനിറ്റ്സ് ആണ് ആയത്. ഒരു 17 to 18 മിനിറ്റ്സ് ആയി കഴിയുമ്പോൾ കുക്കായോന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം അടിപൊളിയാണ് കേട്ടോ.